ആരെങ്കിലും പിടിച്ച് തിന്നു. എന്താ നിനക്ക് ശരിക്കും പാല് കൊടുത്താലോ? നീ ആരാണെന്ന് എന്റെ വിചാരിച്ചു. ഇങ്ങനെ കുട്ടികൾക്ക് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ സിസേറിയൻ ചെയ്ത് കുട്ടീനെ പുറത്തെടുക്കേണ്ടി വരും. ഈ 7ാം മാസത്തിലാണ് എനിക്ക് ഒരു ലൂസ് മോഷനും വയറുവേദനയൊക്കെ വന്നു. പൊട്ടവസ്ഥകൾ മെഡിക്കൽ കോളേജിൽ നേരിട്ട കുറേ പറഞ്ഞു തരാറില്ല. എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും എന്ന് പറഞ്ഞതിന് പിന്നെ തൊട്ട് എനിക്ക് ബാക്കിന്ന് എൻ്റെ ഈ തലയിലോട്ട് എന്തോ ഒരു വേദന ചോദിച്ചാൽ അവർ തമ്മിലൊരു വാക്ക് തർക്കമൊക്കെ ആയി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുണ്ട്, എൻ്റെ പാത്തും ഉണ്ട് കേട്ടോ കൂടെ. പാത്തു ഒരു ഹായ് കൊടുക്കൂ. അതെ, അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് നേരമായി ഞാൻ അങ്ങോട്ട് തയ്യാറായി ഇരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഉണ്ണി ഉറങ്ങുന്നില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ അകത്തായാലും സൗണ്ട് എടുക്കുമ്പോൾ തന്നെ ഒരു ഇതുണ്ടാവില്ല. അപ്പം കാറിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ നല്ല കറക്റ്റായിരിക്കും സൗണ്ട് ഉണ്ടാവുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ FBയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡെലിവറീൻ്റെ ടൈമിലത്തെ ഒരു കുഞ്ഞു സ്റ്റോറി മാത്രമായിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിന് എനിക്ക് കുറേ കമൻറ്റുകൾ വന്നു. കുറേന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കമൻറ്റുകളൊക്കെ വന്നു. അവരുടെ അനുഭവങ്ങളെ കുറിച്ചും എൻ്റെ ഉണ്ണിക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ടും അങ്ങനെ കുറേ നല്ല കമൻറ്റുകൾ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് അവിടെ നിന്നുണ്ടായ ഒരു അനുഭവം, എൻ്റെ ഡെലിവറി സ്റ്റോറിയും കൂടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാലോ എന്ന്. ചിലപ്പോൾ ചിലവർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുമായിരിക്കും. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി അത് അറിയാനെങ്കിലും പറ്റും അവിടെ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്ന കാരണം. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഞാനൊരു 7ാം മാസം വരെ ഞാൻ തൃശ്ശൂർ ജില്ലാ ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു ദിവസം എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ 7ാം മാസത്തിൽ എനിക്ക് ഒരു ലൂസ് മോഷനും വയറുവേദന ഒക്കെ വന്നു. അപ്പം ഞാൻ അവിടെ ചെന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, PV ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ നേരത്തെ പ്രസവിക്കുകയാണെങ്കിൽ കുട്ടിക്കുള്ള ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോവായിരിക്കും നല്ലത്, ഇവിടം കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളന്ന് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. ചിലപ്പോൾ പ്രസവിക്കേണ്ടി വന്നാൽ കുട്ടിക്കുള്ളതുകളൊന്നും അവിടെ ഉണ്ടാവില്ല. ശരിയാണ്, ആ നേരത്ത് ധൃതി പിടിച്ച് ഓടണ്ടേ. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് നേരം അവർ ലേബർ റൂമിൽ തന്നെ ഇരുത്തിയ ഒരു മരുന്നൊക്കെ തന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ നിന്ന് 2-3 ദിവസം നമ്മൾ അഡ്മിറ്റാക്കി. എല്ലാം ഓക്കെ ആയിട്ട് വിട്ടു അവർ. അപ്പോൾ ജില്ലയിൽ എന്നെ കാണിച്ചോളാൻ പറഞ്ഞിട്ടാണ് വിട്ടേ, വേണമെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഇനി ആ ഡെലിവറി കഴിഞ്ഞ ആ നേരത്ത് കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇനി ജില്ലയിൽ നിന്ന് വീണ്ടും ഇതുപോലെ ആംബുലൻസ് ഒക്കെ പിടിച്ച് മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ടി വരില്ലേ. അപ്പം അതിന് നല്ലത് ഇനി മെഡിക്കൽ കോളേജിൽ തന്നെ ഇനി കാണിക്കാം എന്നായിരുന്നു. അപ്പം അന്നത്തെ ടൈമിൽ നമ്മൾ കുറച്ച് ടൈറ്റായ കാരണം നമ്മൾ ഗവൺമെൻറ്റിലാണ് കാണിച്ചത്. അപ്പോൾ പിന്നെ ഗവൺമെൻറ്റിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളായിരുന്നു. പ്രഗ്നൻസിയുടെ കാര്യങ്ങളൊക്കെ ഡെലിവറിയുടെയും ഒക്കെ നല്ല അഭിപ്രായങ്ങളായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ അവിടെ നിന്ന് 7ാം മാസം തൊട്ട് ഞാൻ അവിടെ കാണിച്ചു. ഞാൻ ജില്ലയിൽ ഞാൻ സ്കാനിങ്ങിന് കാണിച്ചിരുന്ന ഒരു അനുമോദ് ഡോക്ടറായിരുന്നു. ആ ഡോക്ടറാണെങ്കിൽ എനിക്ക് സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കാനിങ്ങിൽ കുഴപ്പമുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഒക്കെ എനിക്ക് ഡോക്ടർ പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജിൽ പോയ പിന്നെ ഫ്രീ സ്കാനിങ് ആണ്, നമുക്ക് ഗർഭിണികൾക്കൊക്കെ ഫ്രീ സ്കാനിങ് ആണ് വരാം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഞാൻ സ്കാനിങ് കഴിയുമ്പോൾ ഡോക്ടറുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവരൊന്നും പറഞ്ഞു തരാറില്ല, എങ്ങനെയുണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും എന്ന് പറഞ്ഞ് തന്നെ വിടാ ചെയ്യാറ്. അങ്ങനെ ഡോക്ടറെ കണ്ട് ഒരു 8 മാസം കഴിഞ്ഞ് 9 തുടങ്ങാനായി, 8 പകുതിയൊക്കെ ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ഇതുപോലെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് അപ്പം എൻ്റെ അടുത്ത് സ്കാനിങ്ങിൻ്റെ ഡോക്ടർ പറഞ്ഞു പ്രസവിക്കാനായല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ എന്നെ അന്ന് അഡ്മിറ്റ് ആക്കും, ഡേറ്റായി എന്നൊക്കെ ഞാൻ വിചാരിച്ചേ. അപ്പോഴും എനിക്ക് ഈ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് എൻ്റെ ഈ ബാക്കിൽ നിന്ന് എൻ്റെ ഈ തലയിലോട്ട് എന്തോ ഒരു വേദന വരുമായിരുന്നു. എന്ത് വേദന എന്ന് എനിക്കറിയില്ല. ഞാനത് ഡോക്ടറെ അടുത്ത് പറയുമ്പോൾ അവർ ചിരിച്ച് തള്ളി കളയുക ചെയ്യാറ്. അപ്പം എനിക്ക് ഈ പുറത്തുനിന്ന് ഇവിടെ തൊട്ട് ഇങ്ങോട്ട് തലയമ്മയ്ക്കൊരു വേദന വരും. അപ്പോൾ അവർക്ക് ചോദിക്കുമ്പോൾ അവർക്ക് അറിയുന്നില്ല അതെന്താ സംഭവം, അവർക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല എന്നാണ് അവർ പറയാറ്. അപ്പോൾ ഈ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ എല്ലാ സ്കാനിങ് റിപ്പോർട്ടും ഗൂഗിളിൽ ഞാൻ അടിച്ചു നോക്കി എല്ലാം ഇത് വരുത്താറുള്ളതാണ്. ഈ സ്കാനിങ് മാത്രം ഞാൻ വിട്ടുപോയി. അതൊരു ഡോക്ടറായിരുന്നു കേട്ടോ. ആ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല പൊക്കോ എന്ന് പറഞ്ഞിട്ടൊന്ന് വിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പോയി. 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പോയപ്പോൾ
ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഈ സ്കാനിങ് റിപ്പോർട്ടുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആളും പറഞ്ഞു കുഴപ്പമില്ല. അതൊരു ലേഡി ഡോക്ടർ ആയിരുന്നു, ഒരു മുസ്ലിം ആയിരുന്നു ആ ഡോക്ടർ ഉണ്ടായിരുന്നത്. ആളും പറഞ്ഞു കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരാഴ്ച, ഇതിനുള്ളിൽ 3-4 ആഴ്ച ഗ്യാപ്പ് വന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. നമുക്കിങ്ങനെ ടൈം തരുമല്ലോ, 1-2 ആഴ്ച. അപ്പോൾ ആ ടൈമായപ്പോൾ ഞാൻ വീണ്ടും പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഈ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞിങ്ങനെ, എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലുണ്ട്, എനിക്ക് ഭയങ്കര പുറംവേദന ഉണ്ട്. കാരണം വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എന്നെ നോക്കിയ ഡോക്ടർ ഗർഭിണിയായിരുന്നു. അപ്പോൾ ഒരു ഗർഭിണിക്ക് ഒരു ഗർഭിണിയോട് പറയുമ്പോഴാണ് ആ കാര്യമൊക്കെ മനസ്സിലാവുക, ഡോക്ടറാണെങ്കിലും ഏതൊരാളായാലും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ ഫസ്റ്റ് തൊട്ട് ജില്ലാ ഹോസ്പിറ്റലിൽ വെച്ചുള്ള സ്കാനിങ് റിപ്പോർട്ട് തൊട്ട് ഇപ്പത്തെ വരെയുള്ള സ്കാനിങ് റിപ്പോർട്ട് വരെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. നിന്നെ ആദ്യം നോക്കിയപ്പോൾ ഇവരെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും വേറെ വേറെ ഡോക്ടർമാരായിരിക്കും, സെയിം ഡോക്ടർമാരെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു, ആ ഡോക്ടറെ കണ്ടപ്പോൾ ഇവര് ഏത് ഡോക്ടറാണെങ്കിലും ലാസ്റ്റ് വരെ പേര് വെച്ചൊരു സീൽ ഇടാറുണ്ട്, ഉപ്പ് പോലെ സീൽ വെക്കാറുണ്ട്. അപ്പം അതിൽ ഈ ഡോക്ടറുടെ പേര് കണ്ടപ്പോൾ ഈ ഡോക്ടർ അന്ന് ആ റൂമിലുണ്ടായിരുന്നു. അപ്പം ചോദിച്ചു ആ ഡോക്ടർ, എന്തുകൊണ്ട് നീ അതപ്പം നോക്കിയില്ല? അങ്ങനെ ചോദിച്ചാൽ അവർ തമ്മിലൊരു വാക്ക് തർക്കമൊക്കെ ആയി. അപ്പം തന്നെ എന്നെ PV ചെയ്യാൻ വേണ്ടി കെടുത്തി. ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുട്ടിക്ക് തലച്ചോറിക്കുള്ള രക്തോട്ടം കുറഞ്ഞു വരാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ സിസേറിയൻ ചെയ്ത് കുട്ടീനെ പുറത്തെടുക്കല്ലേ വേണ്ട. എന്നെ അന്ന് അഡ്മിറ്റാക്കി. അന്ന് പോട്ടെ, അന്ന് മരുന്ന് വെച്ചില്ല. പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് മരുന്ന് വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് വെച്ചിട്ട് ഒരു ട്യൂബ് ഇട്ടു. അതിന് മുമ്പായിട്ട് ഇവർ എൻ്റെ അടുത്ത് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. ഇങ്ങനെ ഇത് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞൊരു ഒപ്പിടിപ്പിച്ചു. അങ്ങനെ മാത്രമേ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ട്യൂബ് ഇടാൻ വേണ്ടി കെടുത്തി. കുറച്ച് പേരൊക്കെ കൂടി ഞങ്ങൾ ലേബർ റൂമിൽ രാവിലെ പുലർച്ചയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ട്യൂബ് ഇടാൻ വേണ്ടി കെടുത്തി. ആ ഒരു ദിവസമായിട്ടും എൻ്റെ ട്യൂബ് ഇറങ്ങിപ്പോരുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെയൊക്കെ ട്യൂബ് പുറത്തേക്ക് വന്നു കേട്ടോ. അവർ പ്രസവിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ എൻ്റെ എന്നിട്ട് 2 ദിവസമായിപ്പോൾ. രണ്ടാമത്തെ ദിവസം ഒരു വൈകുന്നേരം രാവിലെ തന്നെ, രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ ഈ ട്യൂബ് പോരാണ്ടായപ്പോൾ ഇവർ വലിച്ചൂരി. എന്നിട്ടും പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇത് നോർമലാണ്, കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഇവർ കുട്ടിക്ക് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വേഗം അഡ്മിറ്റ് ആക്കിയതൊക്കെ തന്നെ. എന്നിട്ട് ഇവര് എന്താ പറയാ, ഒരു ഇതില്ല, അവര് അവിടെ കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുക. നമ്മുടെ ഒരു കാര്യം നോക്കുന്നില്ല അവര്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവര് നമ്മുടെ കൂട്ടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഒക്കെ ഇരുന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷെ അവരെല്ലാം പ്രസവിച്ച് നമ്മുടെ അടുത്തുനിന്ന് പോയപ്പോൾ എനിക്ക് എന്തൊക്കെയോ പേടിയായി. എനിക്കെന്തോ പ്രശ്നമുണ്ട്, എനിക്കെന്തോ കുഴപ്പമുണ്ട്, കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചിന്ത വരാൻ തുടങ്ങി. ലാസ്റ്റ് ഇവരെന്ത് ചെയ്തു, എനിക്ക് 2 മരുന്ന് തന്നു. ആ ഗുളികയിൽ എനിക്ക് നല്ല വേദന വന്നു. സമയം ഒരു വൈകുന്നേരം ആയിട്ടുണ്ടാവും രണ്ടാമത്തെ ദിവസം. അപ്പോൾ ഇങ്ങനെ പ്രസവിക്കാൻ വേണ്ടി കിടത്തി. അങ്ങനെ ഞാൻ പ്രസവിച്ചപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നു, തലെടുക്കുന്ന നേരത്ത് എന്തോ ഒരു പ്രശ്നം പറയുന്നു. അയാൾ അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവരെടുക്കലിൽ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കുട്ടി കരഞ്ഞുണ്ടായിരുന്നില്ല. അപ്പോൾ പക്ഷെ എൻ്റെ ചിന്ത അങ്ങനെയല്ല. ഞാനിപ്പോൾ ഈ ഡെലിവറി ആദ്യമായിട്ടല്ലായിരുന്നു. അപ്പോൾ ഈ സുഖപ്രസവമാകുമ്പോൾ കുട്ടിയുടെ തല ഷേപ്പൊക്കെ മാറിയിട്ടാവും വരാം. അപ്പം എൻ്റെ ചിന്ത തലയമയ്ക്കാണ് പോയത്. അപ്പം ഞാൻ കുട്ടിയുടെ മുഖത്തേക്കൊന്നും ഞാൻ നോക്കിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ആ വേദനയിൽ ഞാൻ ചോദിച്ചു, കുട്ടിയുടെ തല എന്തിങ്ങനെ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് നോർമൽ ഡെലിവറി കാരണം തല അങ്ങനെ ഇട്ട് ഇരിക്കുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. നോർമൽ ഡെലിവറി കാരണം അങ്ങനെ ഇരിക്കുന്നതാന്ന് പറഞ്ഞു, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴും കുട്ടി കരയാണ്ടാണ് വന്നേ, അതൊന്നും എനിക്കറിയില്ല. ഇവരെൻ്റെ മുമ്പിൽ വെച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സ്റ്റിച്ചിടലൊക്കെ കഴിഞ്ഞ് എന്നെ അവിടെ ലേബർ റൂമിൽ എന്നെ കുറച്ച് നേരം കെടുത്തു. പക്ഷെ എൻ്റെ കൂടെ പ്രസവിച്ചവർക്കൊക്കെ കുട്ടീനെ കുറച്ച് കഴിയുമ്പോൾ കൊണ്ടു കൊടുക്കലുണ്ടായിരുന്നു. എനിക്ക് മാത്രം കുട്ടീനെ ഒരു ദിവസത്തിന്റെ പകുതി കെടുത്തിട്ടുണ്ടാവും. അതിൽ എനിക്ക് മാത്രം കുട്ടീനെ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് കുറേ ഡൗട്ടായി. എനിക്ക് വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇതിനൊന്നും ഇവർ ഉത്തരം പറയുന്നില്ല ഈ നഴ്സുമാര്. അപ്പം ഞാൻ അവരോട് ലാസ്റ്റ് ഞാൻ പിടിച്ചു നിർത്തിയിട്ട് ചൂടായിട്ട് ചോദിച്ചു, എന്താ ഞാൻ പറയണതെന്ന് ഉത്തരം തരാത്ത, എൻ്റെ കുട്ടി എവിടെ ചോദിച്ചു. പറഞ്ഞു, കുട്ടി പ്രസവം കഴിഞ്ഞപ്പോൾ അവന് ശ്വാസം എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അവനത് കാരണം NICUയിൽ കെടുത്തേക്കാന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു ചെറിയ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിച്ചു. അത് കഴിഞ്ഞ് എന്നെ വീൽ ചെയറിൽ നമ്മുടെ വാർഡിൽ കൊണ്ട് കിടത്തി. ഈ വാർഡിൽ കൊണ്ട് കിടത്തി ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ഇവരൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് അറിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ എന്താ പറയുക, എൻ്റെ എല്ലാം പോയി. ഇവൻ പോയി കഴിഞ്ഞാൽ ഞാനും പോവും എന്നുള്ള പോലെയായിരുന്നു ഞാനും ഇരുന്ന് പറയണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും പറഞ്ഞു അധികം പ്രതീക്ഷ ഒന്നും വയ്ക്കണ്ട, ഉണ്ണി ഇങ്ങനെയാണ്, ഇങ്ങനെ പ്രശ്നത്തിലാണ്, വെന്റിലേറ്ററിലാണെന്നൊക്കെ പറഞ്ഞത്. ഐസിയുലാന്നാണ് പറഞ്ഞത്, വെന്റിലേറ്ററിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഐസിയുലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിവരെ ഒപ്പിടാൻ തന്ന പേപ്പർ കാണുന്നത്. കുട്ടിക്ക് എന്തായാലും പ്രശ്നമില്ല എന്നുള്ളൊരു ഇതിൽ ഒക്കെ ഒപ്പിടിപ്പിച്ചിരിക്കുന്നു നമ്മളെ കൊണ്ട്. ഞാൻ ആദ്യം ഒപ്പിട്ട പേപ്പറല്ല എനിക്ക് രണ്ടാമത് കാണിച്ചു തന്ന പേപ്പർ. അതൊക്കെ തന്നെ എന്തോ വശവശൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആകെ കരഞ്ഞ് ഇതാക്കിയിട്ട് അവരോട് ചോദിച്ചു കുട്ടീനെ കാണാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുട്ടീനെ കാണാം. അപ്പം അതിന് വേണ്ടി ആദ്യം ഈ NICUക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം നമ്മൾ ധരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ യൂണിഫോമൊക്കെ നമ്മൾ പോയി ഫാർമസിയിൽ നിന്ന് മേടിച്ചിട്ടിട്ട് ഉണ്ണീനെ പോയി കണ്ടു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഉണ്ണി വെന്റിലേറ്ററിലാണ്. കാരണം ഒരുപാട് ഉണ്ണികളുണ്ട്, ഇത്തിരി വലിപ്പം കുറഞ്ഞവരും ഒക്കെ ആയിട്ട് കുറേ ഉണ്ണികളുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമാവും. അങ്ങനെയാണ്. അപ്പോൾ കുറേ ഉണ്ണികളുണ്ടായിരുന്നു. അപ്പോൾ അതിലേതാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ചെന്നപ്പോൾ വെന്റിലേറ്ററിലാകെ ഇവൻ മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നത് ആ ഒരു ഏരിയയിൽ കേട്ടോ. അപ്പം എനിക്ക് കാണിച്ചു തന്നപ്പോൾ എനിക്ക് ശരിക്കും അവൻ്റെ മുഖത്തേക്ക് എനിക്ക് നോട്ടം പോണില്ല. കാരണം മൂക്കിലും വായയിലും ഒക്കെ ട്യൂബായിരുന്നു. അപ്പോൾ എനിക്ക് അവൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം പോകുന്നില്ല. അങ്ങനെ അവനെ കണ്ട് എനിക്ക് ആകെ വിഷമം. അപ്പോഴും എനിക്ക് അവൻ്റെ ഒരു മുഖം ഓർമ്മയില്ല. കാരണം അവൻ്റെ ആ പ്രസവിച്ച് കഴിഞ്ഞുള്ള ആ തുടിപ്പ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ കണ്ടപ്പോൾ തന്നെ 2-3 ദിവസമായിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, 2-3 ദിവസം ഞാൻ പാല് കൊടുക്കാൻ മാത്രമായിട്ട് പോവാന്ന് അവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് പാലുണ്ട്, നിപ്പിൾ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടല്ലേ ഈ പാല് കൊടുക്കുന്നത്, എനിക്കിതിന് പ്രാക്ടീസൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചെന്നിട്ട് പാല് കൊടുക്കാൻ വേണ്ടി വിളിപ്പിച്ചു. അപ്പം ഞാൻ ഈ സെക്കൻഡ് സ്റ്റഡ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞല്ലേ, ഇത് വേഗം ഇതിൻ്റെ ഹോൾ അടയുന്ന കാരണം ഞാൻ ഈ സെക്കൻഡ് സ്റ്റഡ് എടുത്തിട്ടു. അപ്പോൾ ഞാൻ NICUക്ക് യൂണിഫോം ഇട്ട് ചെന്നപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു, എന്താണ് ഇങ്ങോട്ട് ഗോൾഡൊക്കെ ഇട്ട് വരുന്നത്, ഇട്ട് വരാൻ പാടില്ല എന്ന് അറിഞ്ഞുകൂടെ പറഞ്ഞിട്ട് ഒരു പെണ്ണ് ഭയങ്കര കലിപ്പായി എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു, സോറി, പറഞ്ഞതിന് താങ്ക് യു, ഞാൻ എന്തായാലും ഊരി വെച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ഊരി വെച്ചിട്ട് ഇറുക്കിലിട്ടു. അങ്ങനെ ഇതായി. ഈ പറഞ്ഞ നേഴ്സിന് എന്നോട് എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പാല് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വേറൊരു നേഴ്സിനോട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, എങ്ങനെ പിടിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം നമ്മുടെ വീട്ടുകാരൊന്നുമില്ല, നമ്മുടെ വീട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒരു ഇതുള്ളൂ, നമ്മൾക്ക് എല്ലാം നല്ല പോലെ പറഞ്ഞു തരുള്ളൂ. ഇവരൊന്നും എനിക്ക് പറഞ്ഞു തരുന്നില്ല സംഭവം. ഞാൻ ആദ്യമായിട്ടല്ലേ, എനിക്കിതിന് പ്രാക്ടീസൊന്നും ഇല്ലല്ലോ. ഇവരെ പറച്ചിൽ കേട്ടാം. അപ്പോൾ ആ പെണ്ണിൻ്റെ അടുത്ത് വെച്ചു, എന്താ നിനക്ക് പാല് കൊടുത്താൽ നിന്നെ ആരെങ്കിലും പിടിച്ച് തിന്നു, എന്താ നിനക്ക് ശരിക്കും പാല് കൊടുത്താൽ, നീ ആരാന്ന് നിൻ്റെ വിചാരം എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ അടുത്ത് തട്ടിക്കയറി. അപ്പം ഞാൻ ചോദിച്ചു ദേഷ്യത്തിൽ, എനിക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്, എനിക്ക് പറ്റുന്നില്ല, കുട്ടി വലിച്ചെടുക്കുന്നില്ല, അതെന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ചൂടായി അവരുടെ അടുത്ത്. പിന്നെ ആ പെണ്ണ് ഞാൻ ചെല്ലുമ്പോൾ എന്നോട് ഇങ്ങനെ കളിപ്പാവും. അപ്പം അങ്ങനെ അവിടെ തന്നെ ബെഡൊക്കെ ആയിട്ട് നമുക്കൊരു റൂം തരും. അങ്ങനെ അങ്ങോട്ട് മാറി. അപ്പോഴും ഞാൻ അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു നിപ്പിൾ ഷീൽഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, ആ സാധനം വെച്ചിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വെച്ച് കൊടുത്തു. അപ്പോഴും ഈ പെണ്ണെന്നെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര കലിപ്പാണ് കേട്ടോ ഈ നഴ്സിന്. അങ്ങനെ വീണ്ടും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ ബെഡ്മേക്ക് മാറ്റും, ഓരോരോ സ്റ്റെപ്പുകളായിട്ടാണ്. അപ്പോൾ ഇപ്പുറത്തെ ബെഡ്മേക്ക് മാറ്റിയപ്പോൾ കുട്ടീനെ ഒറ്റയ്ക്ക് നോക്കാനും കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഡോക്ടർ വന്നപ്പോൾ മെയിൻ ഡോക്ടർ ഇങ്ങനെ റൗണ്ട്സിന് വേണ്ടി വരും. അപ്പം ഞാൻ ആ ഡോക്ടർ വന്നപ്പോൾ ആ ഡോക്ടറുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഡോക്ടറെ എനിക്കിവിടെ പറ്റുന്നില്ല, പേ വാർഡ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നമുക്ക് പൈസ കൊടുത്ത് വാർഡ് എടുക്കാം. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ബെഡിൽ സേഫായിട്ട് ഇരിക്കുന്നെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവരവിടെ പുറത്ത് വരാന്തയിൽ പായ വിരിച്ചാൽ കിടക്കുന്നല്ല അവരുടെ കൂടെ, അതും കൂടി നമ്മൾ നോക്കണം. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ തീരെ റെസ്റ്റില്ല, ഇവനാണെങ്കിൽ ഫുള്ള് വാശി, തീരെ റെസ്റ്റില്ല, ഫുള്ള് വാശി.
ടോയ്ലറ്റിൽ പോകാൻ പറ്റുന്നില്ല, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തിനെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പോൾ വിളിക്കും, മോൻ കരയുണ്ട്, ബേബി കരയുന്നുണ്ട്, അമ്മ അപ്പം വരണം, ബേബി കരയുന്നുണ്ട്, അമ്മ അപ്പം വരണം പറയും. അപ്പോൾ ഇവിടേക്ക് കടക്കണങ്ങൾ ആ യൂണിഫോം ഇട്ടിട്ടേ കിടക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പോഴും നമ്മൾ ആ യൂണിഫോം അവിടെ ഊരി വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സ് ഇട്ടിട്ടേ പോകാൻ പാടുള്ളൂ. അങ്ങനെ എപ്പോഴും ഞാനിങ്ങനെ മാറി വരുമ്പോഴേക്കും ഇവൻ എണീക്കും. അങ്ങനെ ഞാൻ ആ ഡോക്ടറെ അടുത്ത് പറഞ്ഞു പേ വാർഡ് എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഓക്കെ നിങ്ങൾ പേ വാർഡ് എടുത്തോ. അങ്ങനെ നമ്മൾ പേ വാർഡ് എടുത്തു. അപ്പോൾ നമ്മൾ വീട്ടുകാരും ഉമ്മച്ചി ഉണ്ടായിരുന്നു, ഉമ്മച്ചിയും കൂടി അങ്ങനെ റൂമിൽ മാറി. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ആശ്വാസമായത്. കാരണം ഉമ്മ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഓക്കെ ആയി. എന്ന് വെച്ചാൽ എല്ലാത്തിനായാലും നമ്മുടെ കൂടെ നമ്മുടെ അമ്മമാർ തന്നെ ഉണ്ടാവുള്ളൂ. എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു, ക്ലിയറാക്കി. ഈ NICUവിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ചാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. കാരണം എന്താ പറയുക, നമ്മളെ എന്തിനും ഇതിനും നമ്മളെ വഴക്കാ പറയുക അവർ. ഒന്ന് ഒരു നല്ല രീതിയിൽ നമ്മളടുത്ത് സംസാരിക്കും. പ്രസവ വാർഡിൽ ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം പ്രസവ വാർഡിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുകയെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷേ പ്രസവ വാർഡിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. NICUവിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് പറഞ്ഞാൽ ഒരു പീഡനം തന്നെ അനുഭവിക്കുകയായിരുന്നു. എല്ലാവരുടെ പെരുമാറ്റവും അങ്ങനെ നമ്മളെ കടിച്ച് കീറി. ശരിയാണ്, ചിലപ്പോൾ അവർക്ക് അവരുടെ വർക്കിൻ്റെ സ്ട്രെസ്സ് കൊണ്ടായിരിക്കാം. പക്ഷെ അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളതിനും വലിയ കണ്ടീഷനിലായിട്ട് ഇരിക്കുക. കാരണം പ്രസവം കഴിഞ്ഞ് അന്ന് തൊട്ട് എനിക്ക് നടക്കാൻ തുടങ്ങി. ഒരു റെസ്റ്റില്ല, സ്റ്റിച്ചുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മളോട് നല്ല രീതിക്ക് പെരുമാറണ്ടേ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി. അവിടുന്ന് ഒരു 3 ദിവസം പേ വാർഡിൽ കിടന്ന് നമ്മൾ ഡിസ്ചാർജായി നമ്മുടെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിൽ ഇത്ര കുട്ടികളെ നോക്കിയിട്ടുണ്ട്, എത്ര പിള്ളേർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് താത്തമാർക്കൊക്കെ. ഇവരെ പിള്ളേരെ നോക്കിയിട്ടും ഇവനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കുക. പാല് കുടിക്കുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും മാത്രമേ അവൻ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി അവനെന്തോ വേദന എടുത്തിട്ടാണ് കരയുന്നത്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മൾ ആരും കാണാനൊന്നും അനുവദിച്ചിരുന്നില്ല. കാരണം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇൻഫെക്ഷൻ കയറുമെന്ന് പറഞ്ഞിട്ട് ആരും കാണാൻ സമ്മതിച്ചിരുന്നില്ല. ഇത്ര ദിവസം 1 മാസം അങ്ങോട്ട് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതൊക്കെ അറിയുന്ന എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഒന്ന് ഒഴിഞ്ഞിട്ടോക്ക്, ചിലപ്പോൾ റെഡി ആകുമായിരിക്കും. അങ്ങനെ ഒഴിഞ്ഞിട്ടു, കുറേ സാധനങ്ങൾ തേച്ച് കൊടുത്തു, എന്നിട്ടൊരു കുറവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്ന് വെച്ചാൽ ഇവ ഇങ്ങനെ കരയുമ്പോൾ നമുക്ക് പറ്റുന്നില്ല, നമ്മുടെ കൺട്രോൾ പോവുക, ഉറക്കില്ല, സമാധാനമില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നു. എനിക്ക് തന്നെ അവനോടുള്ള ദേഷ്യം കൂടി തുടങ്ങി. ഞാൻ അന്ന് ചീത്ത പറയാൻ തുടങ്ങി. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു അവൻ നിൻ്റെ ഉണ്ണിയല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടാ, അവന് ചിലപ്പോൾ വല്ല വേദന എടുത്തിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ മെഡിക്കൽ കോളേജിൽ എന്നെ കൊണ്ടുപോയി ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇതൊക്കെ സാധാരണയാണ്, കുഴപ്പമില്ല. അവർക്ക് എനിക്ക് കേട്ടറിവേ ഉള്ളൂ. എല്ലാവർക്കും കേട്ടറിയുമ്പോൾ ഇത് ചെറിയ കാര്യമാണ്. പക്ഷെ ഇവിടെ വന്ന് നിന്ന് അതറിയുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക ഇത് എത്രത്തോളം സീരിയസ് ആണ്. അങ്ങനെ ഞങ്ങൾ അവനെ അവരുടെ അടുത്തുനിന്ന് കൊണ്ടുപോയി വീട്ടിലെത്തി. അപ്പോഴും കരച്ചിൽ തന്നെ, എന്താ കാര്യം നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ഈ തൃശ്ശൂരുള്ള മിക്ക ഹോസ്പിറ്റലും കൊണ്ടുപോയി, അവിടെ നിന്നൊന്നും ഒരു കുറവില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് വല്ല ഓവറായിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ മാത്രം കാണിക്കാണ്ട് ആ ഡോക്ടറെ കാണിച്ചിട്ട് കുറവില്ലെങ്കിൽ നമ്മൾ വേറെ ഡോക്ടറെ ട്രൈ ചെയ്യുക. കുറയുന്ന വരെ ഡോക്ടർമാരെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എല്ലാ ഡോക്ടറും ഒരേപോലെ ആയിരിക്കില്ല. അങ്ങനെ എനിക്ക് കുറേ പേര് ഇങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനൊരു ഡോക്ടറുണ്ട് ഇവിടെ, ഇങ്ങനൊരു ഡോക്ടറുണ്ട് ഇവിടെ. അങ്ങനെ ലാസ്റ്റ് എൻ്റെ താത്ത പറഞ്ഞു വടക്കാഞ്ചേരിയിലൊരു ഡോക്ടറുണ്ടെന്ന്. അങ്ങനെ ആ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ എന്ത് ചെയ്തു, ഒരു മരുന്ന് തന്നു. അത് വയറുവേദനയുടെ മരുന്നായിരുന്നു, ഗ്യാസിൻ്റെ. അപ്പോൾ അവൻ ആ മരുന്ന് കുടിച്ചപ്പോൾ അവൻ്റെ നോർമലായിട്ടുള്ളൊരു കരച്ചിൽ കുറഞ്ഞു. അപ്പം ഞങ്ങൾക്കൊരു സമാധാനമായി. കാരണം അവനെ ചിരിച്ച് കാണുന്നത് ഞങ്ങൾ അപ്പോഴാണ്. ആ കരച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴാണ് അവനൊന്ന് ചിരിച്ച് കാണുന്നത്. 3 മാസം അവൻ നിർത്താണ്ട് കരച്ചിലായിരുന്നു. അതിൽ 6 മാസം ഞാൻ അവനെ ഇരുന്ന് എന്നെ ഫീഡ് ചെയ്തിരുന്നത്. കെടുത്തി ഒരു ദിവസം പോലും ഞാൻ ഫീഡ് ചെയ്തിട്ടില്ല. അതിലെനിക്ക് പറ്റാണ്ടായി ഒരു ദിവസം ഞാൻ കെടുത്തി ഫീഡ് ചെയ്തപ്പോൾ അവൻ്റെ തരിപ്പിൽ കയറാൻ പോയി പാല്. അതിനുശേഷം എനിക്ക് പേടിയായിട്ട് ഞാൻ 6 മാസം ഞാൻ അവനെ ഇരുത്തിയാണ് പാല് കൊടുത്തിരുന്നത്. അങ്ങനെ ആ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ചപ്പോൾ ഒരു കുറവുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിച്ച് അവൻ മൂത്രമൊഴിക്കുമ്പോൾ നല്ല കരച്ചിൽ. അങ്ങനെ മൂത്രമൊഴിക്കുമ്പോഴുള്ള വേദന കണ്ടുപിടിച്ചത്. അങ്ങനെ ആ ഡോക്ടറെ അടുത്ത് വീണ്ടും പോയി അങ്ങനെ വയറ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു.
ആദ്യം യൂറിൻ ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നും കാണാനില്ല. മൂത്രത്തികല്ലുണ്ടായിരുന്ന കാരണം ആ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ പറ്റിയ സുന്നത്ത് വേഗം ചെയ്യാൻ പറഞ്ഞു. സുന്നത്തിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ ആൾ പറയുന്ന മരുന്നുകളും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുന്നത്തൊക്കെ കഴിഞ്ഞ് ഈ മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ദയയിൽ പോയി ഒരു യൂറോളജിയുടെ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഇത് നോക്കിയായത്. അതിനുശേഷമാണ് അവനെ ശരിക്കും നമ്മൾ ചിരിച്ച് നല്ല കുട്ടിയായിട്ട് കാണുന്നത്. 3 മാസത്തോളാണ് അവനിങ്ങനെ. ഈ വാശി ഉണ്ടായിരുന്നപ്പോൾ മൊത്തം എൻ്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനാണ് എടുത്തുകൊണ്ട് നടന്നിരുന്നത്. വേറെ ആരുടെ കൈക്കും അത് കാരണം പോണില്ല. എൻ്റെ ചൂട് ഭയങ്കരമായിട്ട് കിട്ടിയ കാരണം എൻ്റെ കയ്യിലാണ് എപ്പോഴും അവൻ. വേറൊരാളുടെ കൈക്കും അവനധികം പോവില്ല. ഇപ്പോഴും അവൻ അങ്ങനെ തന്നെ. ആ ഒരു വാശി ഇപ്പോഴും അവൻ്റെ കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. അതുപോലെ ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, എത്രയായാലും നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുക. അതുപോലെ സ്കാനിങ് റിപ്പോർട്ട് നമ്മുടേതായ ഒരു രീതിയിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ അങ്ങനെ ചെയ്തിരുന്ന ആളാണ്. പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ ഞാൻ ചെയ്യാൻ വിട്ടുപോയി. അങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. ഇതിനും പൊട്ടവസ്ഥകൾ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിട്ട കുറേ പേരുണ്ടാവും. പക്ഷേ ആ ഒരു ടൈമിൽ ഇതിപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെയല്ല. ആ ഒരു ടൈമിൽ നമ്മൾ അനുഭവിച്ച കുറേ ടെൻഷൻ എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്നറിയോ. ആ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.